പാലക്കാട് രേഖകളില്ലാത്ത 1.5 കോടി രൂപയുമായി രണ്ടുപേർ പിടിയിൽ. തൃശൂർ സ്വദേശികളായ സക്കീർ ഹുസൈൻ, ഷനിൽ എന്നിവരാണ് പിടിയിലായത്. വിവരങ്ങളുമായി അജിത് ബാബു നമുക്കൊപ്പം ചേരുകയാണ്. അജിത്ത്, ഇവർ കാറിന്റെ ഉള്ളിൽ നിന്ന് 1,59,00,000 രൂപയാണ് കസബ പോലീസും ഡാൻസ് ഓഫും ചേർന്ന് പിടികൂടിയത്, അല്ലേ? തീർച്ചയായും ബിനിൽ, ഇതിന് അല്പം പ്രാധാന്യമുള്ള കാര്യമാണ്. ഈ വെറുതെ പണം പിടികൂടുന്നതിനപ്പുറത്തേക്ക് രേഖകളില്ലാത്ത പണമാണെന്നത് മാത്രമല്ല ഇതിലെ പ്രശ്നം. ചന്ദ്രനഗറിൽ വെച്ചാണ് രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ പോലീസും ഡാൻസ് സ്റ്റാഫും ചേർന്ന് ഈ പണം പിടികൂടുന്നത്. പരിശോധനയിൽ ഇവർ കോയമ്പത്തൂരിൽ നിന്ന് തൃശ്ശൂരിലേക്ക് ഈ പണം കൊണ്ടുപോവുകയായിരുന്നു എന്നത് കൃത്യമായി മനസ്സിലായിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ പരിശോധന രഹസ്യ വിവരം നേരത്തെ ലഭിച്ചിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ പരിശോധനയിലാണ് ഈ കാറിന്റെ ഡിക്കിയിൽ ഒളിപ്പിച്ച നിലയിൽ 1,59,00,000 രൂപ കണ്ടെത്തിയത്. കൂടുതലും 500 നോട്ടുകളായിരുന്നു. പോലീസ് ഇത് എണ്ണി തിട്ടപ്പെടുത്തി ഇവരെ രണ്ടുപേരെയും അറസ്റ്റ് രേഖപ്പെടുത്തി വാഹനവും കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. കാറിലായിരുന്നു ഈ പണം കൊണ്ടുവന്നത്. പക്ഷേ പോലീസ് ഇപ്പോൾ 2 കാര്യങ്ങളാണ് പ്രധാനമായും അന്വേഷിക്കുന്നത്. എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇവർക്ക് ഇത്രയധികം പണം കോയമ്പത്തൂരിൽ നിന്ന് ലഭിച്ചത്, അതിനെന്തെങ്കിലും അവിടെ നൽകിയിട്ടുണ്ടോ എന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ പരിശോധിക്കുന്നുണ്ട്. മാത്രമല്ല, ഈ പണം എടുത്ത് കൈമാറുന്നതിൽ ഇവർ ഇടനിലക്കാരായി പ്രവർത്തിച്ചതാണോ എന്നുൾപ്പെടെയുള്ള കാര്യങ്ങളും പോലീസിന് സംശയമുണ്ട്. അതിന് വിശദമായൊരു അന്വേഷണം നടത്താനാണ് നിലവിൽ തീരുമാനിച്ചിരിക്കുന്നത്. ഈ പണം കടത്തിയതുമായി ബന്ധപ്പെട്ട് വിശദമായ ഒരു പരിശോധന നടത്തിയാൽ മറ്റാളുകളും ഉണ്ടാകുമോ എന്നുള്ള സംശയം ഉൾപ്പെടെ ഇപ്പോൾ നിലനിൽക്കുകയാണ്. ഏതാണെങ്കിലും 1,59,00,000 രൂപ എന്ന് പറയുന്ന ഒരു വലിയ തുക ഇവർക്ക് കോയമ്പത്തൂരിൽ നിന്ന് ലഭിക്കുന്നത് എങ്ങനെയാണ് എന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ പരിശോധിച്ചാലേ ഇതിൽ കൂടുതൽ കാര്യങ്ങൾ വ്യക്തമാവുകയുള്ളൂ. ഏതാണെങ്കിലും രേഖകളില്ലാത്ത 1,59,00,000 രൂപയാണ് ഇപ്പോൾ പോലീസ് പിടിയിലായിരിക്കുന്നത്. അതിൻ്റെ അന്വേഷണം പുരോഗമിക്കുകയാണ്. ബിനിൽ, ഓക്കെ, 1,59,00,000 രൂപയുമായി തൃശൂർ സ്വദേശികളായ സക്കീർ ഹുസൈൻ, ഷനിൽ എന്നിവരാണ് പിടിയിലായിട്ടുള്ളത്. പാലക്കാട് കസബ പോലീസും ഡാൻസ് ഓഫും ചേർന്ന് നടത്തിയ സംയുക്ത പരിശോധനയിലാണ് ഇവരെ പിടികൂടിയിട്ടുള്ളത്. അജിത് ബാബുവാണ് വിവരങ്ങൾ നൽകിയത്.